എന്താ പറയുക, ഇതുപോലെ ഏക ഛത്രപതിയായിട്ട് ഈ സിനിമാക്കാരുടെ ഇടയിൽ വാഴുന്ന വേറൊരാളുണ്ടാവില്ല. ഒന്നാമത് ഈ സിനിമാക്കാരെ എല്ലാം കൂട്ടി യോജിപ്പിക്കാൻ ഒരാൾക്ക് കഴിയുന്നു എന്ന് പറയുന്നത് ഒരു ദൈവികമായ ശക്തിയായിട്ടാണ് ആൾക്കാർ കാണുന്നത്. എന്താ കാരണം, ഇൻസിഡൻറ്റിന് അറിയാലോ, ഇത്രത്തോളം കോപവും ഈഗോയും ദുരഭിമാനവും ആത്മാഭിമാനവും ഒക്കെയുള്ള ഒരു വിഭാഗം വേണം ലോകത്തുണ്ടാവില്ല. ഉണ്ടോ? അങ്ങനെ തീർത്തും പറയാൻ പറ്റില്ല. കാരണം അതിനേക്കാളും ഒക്കെ വലിയ വലിയ പാമ്പുകൾ രാഷ്ട്രീയത്തിൻ്റെ അകത്ത് ഉണ്ട്. എന്താണ് ഈ രാജവെമ്പാല, മൂർഖൻ, അണലി, വാളം, പല പല തരത്തിലുള്ള ഇനങ്ങളുള്ളതാണ്, എല്ലാം കൂടി ഉള്ളതാണ് ഞങ്ങളുടെ. അപ്പോൾ ആ സംഘടനയെ ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നസെൻ്റ് ഏട്ടൻ പെട്ടെന്ന് രാഷ്ട്രീയത്തിൽ സ്ഥാനാർത്ഥിയായി വരുന്നു. ഒരുപക്ഷെ ആ സംഘടന ചില ആൾക്കാർക്കൊരു സംശയം തോന്നും, എന്തിനാണ് ഇന്നസെൻ്റ് ഏട്ടൻ അങ്ങനെ പോയത്? ഞങ്ങൾക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്, അതുകൊണ്ട് ആ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിൽക്കുമ്പോൾ ഇന്നസെൻ്റ് ഒരു മുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥിയാകുമ്പോൾ അത് ഞങ്ങൾ എങ്ങനെ അതിനെ എടുക്കും എന്നൊരാശങ്കയുള്ള വിഭാഗം അമ്മയിലുണ്ട്. ഇപ്പോൾ ഉണ്ടാവാം. വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ആ ആശങ്കയുടെ ഒരു പ്രതിഫലനം ഞാൻ കാണിച്ചു തരാം. വരട്ടെ. ഇന്നസെൻ്റ് ഏട്ടൻ സിനിമയിൽ എന്നെ സ്ഥിരമായിട്ട് വിളിക്കുന്ന ഒരാൾ, എന്തെങ്കിലും അത്യാപത്തുകൾ വന്നാൽ ഓടിയെത്തുന്ന ഒരാളാണ്. എൻ്റെ കുടുംബത്തിലായാലും ശരി, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലായാലും ശരി, എന്തിനൊരു സഹോദരൻ്റെ സ്ഥാനത്ത് നിന്ന് കാണുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ വളരെ സന്തോഷം കൊണ്ട് ഇപ്പോൾ അദ്ദേഹം ചാലക്കുടിയിൽ മത്സരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഒരു വ്യക്തമായിട്ടുള്ളൊരു രാഷ്ട്രീയമുണ്ടെന്ന് ഇന്നസെൻ്റ് ഏട്ടന് അറിയാം. അപ്പോൾ അതിൻ്റെ പേരിൽ എനിക്ക് ഇന്നസെൻ്റ് ഏട്ടന് വേണ്ടിയിട്ട് പബ്ലിക്കിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല എങ്കിലും എതിര് വർക്ക് ചെയ്യാനും എന്നെക്കൊണ്ട് സാധിക്കില്ല. വ്യക്തമാക്കി. ഒരാളുടെ രാഷ്ട്രീയം കളഞ്ഞു കുളിച്ചു ഇന്നസെൻ്റ് ഏട്ടൻ. അങ്ങനെയില്ല. അത് രാഷ്ട്രീയത്തിൻ്റെ അപ്പുറത്തൊരു സൗഹൃദം അയാൾക്കുണ്ട്. ആ സൗഹൃദം കൊണ്ടാണ് അദ്ദേഹം സലീം കുമാർ എന്ന് പറഞ്ഞത്. സലീം കുമാറിൻ്റെ കുട്ടിയെ എഴുത്തിനിരുത്തിയത് ആദ്യം അക്ഷരം എഴുതിപ്പിച്ചത് ഞാനാണ്. ആ നന്ദി അവൻ കാണിച്ചു. നന്ദി കാണിച്ചു എന്നല്ല, എൻ്റെ വീട്ടിൽ ആ കുട്ടിയെ കൊണ്ട് അക്ഷരം എഴുതിക്കാൻ വേണ്ടി വരുമ്പോൾ ആലീസ് എന്നോട് പറഞ്ഞതാണ്, നിങ്ങൾ ആദ്യം ആ എഴുതുന്ന അക്ഷരം നിങ്ങളൊന്ന് എഴുതി പഠിക്കാനായിട്ട്. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് അയാളെ ആ കുട്ടിയെ പെണ്ണു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹത്തെ കാണുമ്പോൾ ഇദ്ദേഹമുള്ള ഷൂട്ടിങ്ങിൽ ചെല്ലുമ്പോൾ എനിക്ക് പേടിയാണ്. കാരണം ആ കുട്ടി തോറ്റാവോ, അങ്ങനെ എങ്ങാനുണ്ടെങ്കിൽ ഇയാൾ ഭയങ്കര കുഴപ്പമുണ്ടാക്കില്ല. അപ്പോൾ എന്തായാലും അവൻ ഭയങ്കര മിടുക്കനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, നീ സലീം മഹാരാജ് കോളേജിലല്ലേ പഠിച്ചത്, അവിടെയുണ്ടല്ലോ ഒരുപാട് പ്രൊഫസർമാരും കാര്യങ്ങളൊക്കെ, അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ പോരെ? അപ്പോൾ പറഞ്ഞത്, എനിക്ക് പുസ്തകത്തിലുള്ളതിനേക്കാളും കൂടുതൽ പുറമേ നിന്ന് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്ന ചേട്ടനെ കൊണ്ടേ എനിക്ക് ഇത് എഴുത്തിനിരുത്താൻ താല്പര്യം എന്ന് പറഞ്ഞു. എനിക്കത് വലിയ സന്തോഷമായി. എന്തായാലും സലീം കുമാർ ഒരു കാര്യം ചെയ്തു. സാധാരണഗതിയിൽ വേറെ ആരെങ്കിലും ആണെങ്കിൽ സലീം കുമാർ അവിടെ UDF വേണ്ടിയിട്ട് ക്യാമ്പയിൻ നടത്തുമായിരുന്നു. അതെ അതെ. പക്ഷേ ഇന്നസെൻ്റ് ഏട്ടനായതുകൊണ്ട് തന്നെ ഇന്നസെൻ്റ് ഏട്ടനായിട്ടുള്ള ഒരു ബന്ധം, ആ ഒരു സാമീപ്യം ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അദ്ദേഹം ആ ഭാഗത്തേക്ക് വരുന്നില്ല. ഞങ്ങളമ്മ സംഘടന അതിനകത്തൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ ഇവരോടും കൂടെ ചോദിക്കും. പലപ്പോഴും പല സംശയങ്ങളും എല്ലാം നമുക്കറിഞ്ഞൊന്നും വരില്ല, അതൊക്കെ അവർ കൃത്യമായിട്ട് പറയും. പിന്നെ നമ്മൾ എന്തുകൊണ്ടാണ് അമ്മ നേരത്തെ ചോദിച്ചില്ല, കുറേ വർഷങ്ങളായിട്ട് നമ്മളെല്ലാവരോടും ഒരു പെരുമാറ്റമാണ്. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ കുറേ നാൾ നമ്മളെ സംസാരിക്കുമ്പോഴും കാണുമ്പോഴും നുണ പറയുകയാണെങ്കിലും ഒക്കെ മനസ്സിലാവും. കുറേ നാൾ കഴിയുമ്പോൾ ഇയാൾ പറയുന്നത് ശരിയാണ്, അങ്ങനെ ശരിയാണ്, ഇഷ്ടം കൊണ്ട് മാറി നിൽക്കുന്നു, ഇത്രയേ ഉള്ളൂ. ഇന്നസെൻ്റ് ഏട്ടൻ്റെ പേര് മിക്കവാറും കഴിഞ്ഞൊരു 2-3 തെരഞ്ഞെടുപ്പുകളിൽ ഇങ്ങനെ എപ്പോഴും കേട്ടുകൊണ്ടിരുന്നതാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇന്നസെൻ്റ് ഒരു പ്രോബബിൾ കാൻഡിഡേറ്റായിട്ട് എപ്പോഴും പത്രങ്ങളിലുണ്ടായിരുന്നു, ടെലിവിഷൻ ഉണ്ടായിരുന്നു. അന്നൊന്നും താങ്കൾ ആ ഒരു ചാട്ടത്തിന് മുതിർന്നില്ല. ഇല്ല. ഇന്നെന്തുകൊണ്ട് താങ്കൾക്ക് തോന്നി അതായത് ഗോദയിൽ ഇറങ്ങണം? ഇന്ന് ഗോദയിൽ ഇറങ്ങണം എന്ന് പറഞ്ഞതിൻ്റെ ഒരു പ്രധാന കാര്യം, ഞാൻ നേരത്തെ പണ്ട് രാഷ്ട്രീയം ഉണ്ടായിരുന്നു, രാഷ്ട്രീയ ജീവിയാണ് താങ്കൾ. ആ രാഷ്ട്രീയം നമ്മുടെ മനസ്സിൻ്റെ അകത്തുള്ളത് കൊണ്ടാണ് അന്നൊരു മുനിസിപ്പൽ കൗൺസിലറായി. ഇതൊക്കെ കാലങ്ങൾ അപ്പോൾ ആ സമയത്തൊക്കെ പണത്തിൻ്റെ എനിക്കൊരു ജോലിയോ കാര്യങ്ങളോ ഇല്ല, അത്യാവശ്യം കുറച്ച് കാശൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ പല പ്രാവശ്യവും അസംബ്ലി ഇലക്ഷന് എൻ്റെ പേര് നിർദ്ദേശിക്കുകയും
ഞാൻ തന്നെ നിരസിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. ഇപ്പം ബിട്ടാസ് പറഞ്ഞതുപോലെ വേണ്ട എനിക്ക് വേണ്ട എന്ന് പറയാനുള്ളൊരു കാരണം ഇതിനൊക്കെ ഒരു നല്ല മനസ്സുണ്ടാവണം. ഏത് രാത്രിയിലും ആരും നമ്മളെ വിളിച്ചാൽ നമ്മൾ അവിടെ ഉണ്ടാവണം. അയ്യോ നേരം വെളുക്കട്ടെ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ളൊരു മനസ്സൊക്കെ പാകം വന്നതിന് ശേഷമേ ഇതിനിറങ്ങാൻ പാടുള്ളൂ എന്ന് എനിക്ക് തോന്നി. അതെന്തുകൊണ്ട് ഇപ്പോൾ എനിക്കിങ്ങനെ തോന്നി എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ കുറച്ചു കാലം അസുഖമായി കിടന്നത് അറിയാമല്ലോ. ഒരു 1.25 വർഷം സുഖമില്ലാതെ, ക്യാൻസറായിട്ട് സുഖമില്ലാതെ കിടന്നിരുന്ന കാലത്ത് ഞാൻ ചെയ്ത കാര്യങ്ങളെപ്പറ്റി ഞാൻ തന്നെ മനസ്സിൽ വിലയിരുത്തി. ആ വിലയിരുത്തിയപ്പോൾ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഏതൊക്കെയോ ഈ പറഞ്ഞ പോലെ ഒരു പെയിൻ ആൻഡ് പാലറ്റീവിൻ്റെ പാറ്റേൺ ആണ്.